സോ ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ന്യൂ Z1 VS4. അപ്പോൾ ഇതിൻ്റെ ഒരു വോയിസ് ഓവർ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കമൻറ്റുകൾ കാരണമാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിലൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. കുറേ പേരെന്ന് പറഞ്ഞാൽ ഒരു 10-28ഓളം പേര് ചോദിച്ചിരുന്നു വണ്ടിയുടെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ചെയ്യാമോന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ആദ്യമായിട്ടൊരു വോയിസ് ഓവറായിട്ട് ഈ ഒരു ചാനലിൽ വോയിസ് ഓവർ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ Z1-ൻ്റെ വർക്കൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരു 95% വർക്ക് തീർന്ന് നടക്കുന്നൊരു വണ്ടിയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽ വ്യൂ ആണ്. ഒരു വലിയൊരു ഡീറ്റെയിലിംഗ് Z1-ൻ്റെ കൊടുക്കണ്ട, ഒരു 80% ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് ഈ വണ്ടിയിൽ കൊടുക്കാം. നമ്മൾ എന്താ വെച്ചാൽ ഫോണിൻ്റെ ക്യാമറയിൽ കാണുന്ന കൊണ്ടല്ല, നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് തോന്നും. വണ്ടി കാണാൻ അത്യാവശ്യം കുറച്ചും കൂടി ഒരു ഭംഗി തോന്നും. ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് നമുക്കവിടെ ഫീൽ ചെയ്യും. പിന്നെ ഈ വീഡിയോയുടെ പ്രധാന കാരണത്തിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഇനി കയറാൻ കിടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 2 സ്പീക്കർ കയറാൻ കിടക്കുന്ന വണ്ടിയാണ്. അത് 12 വോട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു MP3 പാനൽ ഉപയോഗിച്ചൊരു ചെറിയൊരു മിനി ആമ്പ് നമ്മൾ ഈ വണ്ടിയിൽ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ ഈ വണ്ടിയിൽ ഒരു ഹൈപ്പല്ല, ഒരു നോർമൽ രീതിയിൽ ഒരു ചെറിയ LED സ്ട്രിപ്പൊക്കെ ചെയ്യാനായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കളർ ടോൺ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് അനുസരിച്ചുള്ളൊരു കളറാണ് കൊടുക്കാൻ പോകുന്നത്. അത് കളർ ഞാൻ പറയുന്നില്ല, ഈ ഒരു വണ്ടിയിൽ തന്നെ ആ ഒരു കളർ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഗസ് ചെയ്യാൻ സാധിക്കും ആ വണ്ടിയുടെ ഒരു കളർ എന്താണെന്ന്. ആ ഒരു കളർ തീമിലായിരിക്കും നമ്മുടെ ഈ വണ്ടി ഇറങ്ങാൻ കിടക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ ഒരു വർക്ക് ഇത്രയും കംപ്ലീറ്റ് ആയി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 7 days, ഒരു 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയ ഒരു വണ്ടിയാണ് ഇപ്പോൾ ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല വർക്ക് കയറാൻ കിടക്കുന്നതെന്നല്ല, ഒരു തരക്കേടില്ലാത്തൊരു വർക്ക് വണ്ടിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിപ്പ്, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു വണ്ടിക്കകത്ത് ലിപ്പ് ആഡ് ചെയ്യണമെന്നൊരു പോസ്റ്റ് ഇട്ടപ്പോൾ. അപ്പോൾ നമ്മൾ ആ ലിപ്പ് ഈ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയും വന്നിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞായിരുന്നു വണ്ടിക്കകത്ത് ലിപ്പ് വെച്ചാൽ ഭംഗി വരും. അപ്പോൾ നമ്മളത് ആഡ് ചെയ്തായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു സ്കേർട്ടിങ് കണ്ടില്ലേ, ആ വണ്ടി ലിപ്പിൻ്റെ താഴെ ആ ഒരു സ്കേർട്ടിങ്ങിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഈ വൈപ്പറിലൊക്കെ വരുന്ന, മാരുതി ഓൾട്ടോയിലൊക്കെ വരുന്ന വൈപ്പറിൽ വരുന്ന റബ്ബർ ബീഡിങ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ടോപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ആ ടോപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ട. ആ ടോപ്പ് നമ്മൾ ഡെമ്മിയായിട്ട് വെച്ചിരിക്കുന്ന അടുത്ത ടോപ്പ് നമ്മൾ ഒരു ഡെമ്മി ടോപ്പ് കുറച്ചും കൂടി ഇമ്പ്രൂവ് വരുത്തൊരു ടോപ്പ് നമ്മൾ വീണ്ടും അവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് താൽക്കാലികമായിട്ട് വെച്ചേക്കുന്നതാണ്, അത് നിങ്ങൾ നോക്കുക വേണ്ട, അതൊക്കെ മാറ്റമുള്ളതാണ്. പിന്നെ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ ഒരു ചെറിയ വർക്ക് കിടപ്പുണ്ട്, ചെറിയൊരു ഡെമോ വർക്ക് കിടപ്പുണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞായിരുന്നു, കുറച്ച് പേര് നമ്മളോട് പറഞ്ഞായിരുന്നു വണ്ടിയുടെ നെയിം ബോർഡിൽ വ്യത്യാസം വേണമെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ നെയിമിന് ഒരു ഡിസൈനിൽ ഒരു ചെറിയ വ്യത്യാസം കൊണ്ടുവരണമെന്ന് കുറച്ച് പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. ഒരു ഡിസൈനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വണ്ടിയിലാണ് നമ്മളത് ചെയ്യാൻ കിടക്കുന്നത്. നമ്മുടെ പഴയ വണ്ടിയിലൊക്കെ കാണുന്ന നെയിമല്ല, ഈ വണ്ടിയിൽ നമ്മൾ ആ നെയിം റിവീൽ ചെയ്യുവാണ്. അപ്പോൾ അപ്ഡേറ്റ് വരുത്താറായി നെയിമിൽ. അപ്പോൾ ആ നെയിം നമ്മൾ ഈ വണ്ടിയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ പെയിൻറ്റ് ചെയ്തേക്കുന്ന ഒരു കോട്ടിലാണ്. ഇപ്പോൾ ഈ 2 കോട്ട്, രണ്ടാമത്തെ കോട്ട് ഇനി എന്തായാലും ചെയ്യാൻ കിടപ്പുണ്ട്. പിന്നെ വണ്ടിയുടെ വീലാർച്ച് വരുന്നത് ഇച്ചിരി പഴയതായിരുന്നു. ആദ്യം ചെയ്തപ്പോൾ ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറി വേറൊരു ഒരു വീലാർച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത ലുക്ക് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ പഴയതിനേക്കാൾ ഇമ്പ്രൂവ് ആണ് ഈ ഒരു വീലാർച്ച്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയിൽ ഇറക്കാനിരിക്കുന്നൊരു മോഡലാണ് നമ്മുടെ VS4 Z1. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു കാർബോഡി ചെയ്ത Z1 ഉണ്ടായിരുന്നു. അത് Z1 എന്ന് പറയാനില്ല, വലിയ പ്ലാനിങ് ഒന്നും എടുക്കാതെ, മെഷർമെൻ്റ് ഒന്നും എടുക്കാതെ ചെയ്തൊരു Z1 ആയിരുന്നു ആ കാലത്ത്. പിന്നെ ഫോൺ ഷീറ്റ് ചെയ്ത ആദ്യം എൻ്റെ Z1 ആണ്. അപ്പോൾ വലിയ പ്ലാനിങ് ഒന്നുമില്ല, നമ്മൾ തന്നെ ഒരു പ്ലാൻ എടുത്ത് അത് നമ്മൾ ഫോം ഷീറ്റിൽ വരച്ചെടുത്ത് പണിഞ്ഞൊരു വണ്ടിയാണ്. മെഷർമെൻറ്റോ അങ്ങനെയുള്ളതൊന്നുമില്ല. Z1-ൻ്റെ നമ്മളെങ്ങനെയാണ് ഒരു ചിത്രം വരയ്ക്കുന്നത്, പടം വരയ്ക്കുന്നത് ബോൾഡ് പേപ്പറിൽ, അതേപോലെ സൈഡുകൾ ഫോം ഷീറ്റിൽ വരച്ച് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് മേക്ക് ചെയ്തൊരു Z1 ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വണ്ടിയുടെ വ്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു ഫുൾ വർക്ക് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ നെയിം ബോർഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ രീതിയിൽ പിക്സലൊക്കെ ചെയ്ത് ഒരു നെയിം ബോർഡൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടിപൊളിയാക്കും. പിന്നെ എന്തായാലും നമ്മുടെ വണ്ടിയിൽ മിററിലൊക്കെ ഒരു ചെറിയ ഡെമ്മി ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ഡീറ്റെയിലിംഗ് വീഡിയോയിൽ നമ്മളതെല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വണ്ടിയിൽ വരുന്ന ഈ ഗ്രില്ല് നിങ്ങൾ ഇപ്പോഴേ നോക്കണ്ട, ലോഗോ വരാനുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് വർക്കുകൾ വരാനുണ്ട്. അതൊന്നും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. വണ്ടിയുടെ ഫുൾ കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. അതാണ് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്പർ പ്ലേറ്റ് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ ഏകദേശം വർക്കുകൾ കംപ്ലീറ്റ് ആണ്. അന്നേരം ഇതിൻ്റെ അടുത്തൊരു ഡീറ്റെയിലിംഗ് വീഡിയോ
ഇനിയൊരു വോയിസ് ഓവർ വീഡിയോ അല്ല, ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു നമ്മുടെ വണ്ടിയുടെ ഷൂട്ടിംഗ് വീഡിയോ അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാമിലും കാണാം. അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ സൈനിങ് ഔട്ട്.